എല്ലാവർക്കും നമസ്കാരം. ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: നല്ല സ്വർണം അഗ്നിയിൽ വീണ്ടും വീണ്ടും ഉരുക്കപ്പെടുന്നു. ഈ വാക്യവും ലോകത്തിലെ പോപ്പ് രാജാവ് എന്നറിയപ്പെടുന്ന പോപ്പ് സംഗീതത്തിൻ്റെ മിശിഹയായിട്ടുള്ള മൈക്കിൾ ജാക്സൻ്റെ ചില ജീവിതാനുഭവങ്ങളുമായിട്ട് ഈ വാക്യത്തിന് വലിയ ബന്ധമുണ്ട്. ഏറ്റവും കുറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിൽ നടന്നൊരു സംഭവം. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ബെൽറ്റൂരിയിട്ടാണ് അദ്ദേഹം മിക്കവാറും കൊച്ചു ജാക്സനെ, 8 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത മൈക്കിൾ ജാക്സനെ മർദ്ദിക്കുമായിരുന്നത്. അപ്പോഴൊക്കെ ആ കുട്ടി ചോദിക്കും, അപ്പ എന്തിനാണ് എന്നെ ഇത്രയധികം മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ മൈക്കിൾ ജാക്സൻ്റെ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിൻ്റെ പിതാവല്ല ഇപ്പോൾ, പകരം ഞാൻ നിൻ്റെ ട്രെയിനറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ശിക്ഷണത്തിന് വലിയ ഫലമുണ്ടായി. മൈക്കിൾ ജാക്സൺ നൂറുമേനി വിളഞ്ഞു. അദ്ദേഹം ലോക സംഗീതത്തിൻ്റെ പോപ്പ് സംഗീതത്തിൻ്റെ ലോകത്തിൻ്റെ മിശിഹയോ ചക്രവർത്തിയോ ആയിത്തീർന്നു. പക്ഷേ എപ്പോഴും മൈക്കിൾ ജാക്സൻ്റെ ഈ അനുഭവം തന്നെ ആയിരിക്കണമെന്നില്ല, ഇതുപോലെ പോസിറ്റീവായ ഒരു റിസൾട്ട് തന്നെ ആയിരിക്കണമെന്നില്ല ഉണ്ടാകുന്നത്. നമുക്ക് സ്ഫടികം എന്ന സിനിമ എല്ലാവർക്കും അറിയാമല്ലോ. അതിലെ ആടുതോമ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അദ്ദേഹത്തിൻ്റെ പിതാവായ പേര് ഞാൻ മറന്നു, അധ്യാപകൻ സ്വന്തം മകനെ ഏറ്റവും നന്നായി പഠിക്കാനായിട്ട് ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഫലം മകൻ നേരെ തിരിഞ്ഞ് അച്ഛൻ്റെ ശത്രു തന്നെ ആയിത്തീർന്നു. കാലൻ എന്നാണ് ഈ മകൻ അച്ഛന് പേരിട്ടത്. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. പല സീരിയൽ കില്ലർമാരുടെയും അനുഭവങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ ചെറുപ്പകാലത്ത് നടന്ന ഈ അമിതമായ ശിക്ഷ, ക്രൂരതകൾ ഒക്കെ അതിന് പ്രേരകമായിട്ടുള്ളത് കാണാം. എന്നാൽ അമിതമായി ലാളിച്ചിട്ടുള്ളവർക്കും ഇതേ അനുഭവങ്ങളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാവുന്നത് ശിക്ഷയായാലും ലാളനയായാലും അതിന് മിതത്വം വേണമെന്ന് മാത്രമാണ്. നമസ്കാരം.